ഹേ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ വ്ളോഗ്. ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇവിടെ ഒരു അടുത്തുള്ള ഒരു ഏഷ്യൻ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോവാണ്. PF Chang എന്ന റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 30 minutes ഡ്രൈവ് ഉണ്ട്. അപ്പം അങ്ങോട്ട് പോവാണ്. ഇവിടെ ഷിക്കാഗോയിൽ നിന്ന് നല്ല വെതറാണ്. ഞാൻ കാണിച്ചു തരാം. പുറത്തുള്ള വെതർ നല്ല പ്ലസന്റ് വെതറാണ്. ഇതാണ് ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ വെതർ. At the next light, turn left. രാവിലെ ഇച്ചിരി മഴയുണ്ടായിരുന്നു. ഇപ്പൊ മഴയൊക്കെ തീർന്നു. ഇപ്പൊ നല്ല വെയിലുണ്ട്. At the light, turn left onto Plainfield Naperville Road. ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തുള്ള വ്യൂ. എന്ത് നല്ല വെതറാണെന്ന് നോക്കിക്കേ. സത്യം പറഞ്ഞ് ഈ വെതർ കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ. ഒരുപാട് തണുപ്പുമല്ല ഒരുപാട് ചൂടുമല്ലാത്ത ഒരു വെതർ. ഇതാണ് റെസ്റ്റോറൻറ്റ് ഇൻറ്റീരിയർ. അധികം ഞങ്ങൾ എത്തിയപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ എത്തുമ്പോൾ ഒരു നല്ല ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കിഡ്സിന് അവരെന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് കൊടുക്കും. ക്രയോൺസും എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി പേപ്പറും കൂടി എടുക്കും. പിള്ളേർ ബോറടിക്കത്തില്ല, അവർ അതിൽ എൻഗേജ്ഡ് ആവും. ഇതാണ് കേട്ടോ അവരുടെ മെനു കാർഡ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ മെനു കാർഡിൽ. ഞാൻ നോൺ ആൽക്കഹോളിക് ബെവറേജിൽ നിന്ന് ഒരു മാംഗോ ഫ്ലേവേർഡ് ഡ്രിങ്കാണ് ഓർഡർ ചെയ്തത്. ഇതാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്ത ഡ്രിങ്ക്. ഒരു മാംഗോ ഡ്രിങ്ക് ആണ്. അതിൻ്റെ മുകളിൽ അവർ ബോബ പേളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ആയിരുന്നു. I got walk also. I got walk. Wow, that was a beautiful. That was a great find. That was great. Yeah, see. I got 1, 2, 3, 4. I got walk. ഞങ്ങൾ ആപ്പറ്റൈസറായിട്ട് പോർക്ക് ബെല്ലി ബാവ് ബൺ അങ്ങനെ ഒരു ഐറ്റമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇതിൻ്റെ അകത്ത് ഫില്ലിംഗ് പോർക്ക് മീറ്റാണ് കേട്ടോ. ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു കുറ്റവും പറയാനില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പോർക്ക് മീറ്റ് നല്ല ടെൻഡറായിരുന്നു, ജ്യൂസി ആയിരുന്നു. ആ പുറത്തുള്ള ബണ്ണും നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. സ്റ്റീം ചെയ്തെടുക്കുന്ന ബണ്ണാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ബണ്ണായിരുന്നു. മെയിൻ കോഴ്സ് ഒരു ഹണി ചിക്കൻ, പിന്നെ ഒരു സിംഗപ്പൂർ നൂഡിൽസ്, പിന്നെ ഒരു ഫ്രൈഡ് റൈസ്. ഇത് ഇത്രയാണ് ഓർഡർ ചെയ്തത്. അപ്പറ്റൈസർ വോണ്ടൺ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രസൻറ്റേഷനൊക്കെ നല്ലതായിരുന്നു കേട്ടോ. അവർ സിസ്ലറിൻ്റെ അകത്താണ് ഇത് കൊണ്ടുവന്നത്. സിസ്ലറിൻ്റെ അകത്ത് കൊണ്ടുവന്നുകൊണ്ട് കഴിച്ചപ്പോൾ നല്ല ചൂടായിരുന്നു. ഞാൻ ഇത്രയും ചൂട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ വാ ഒന്ന് പൊള്ളിപ്പോയി. നല്ല ചൂടായിരിക്കും. ചിക്കൻ ഞാൻ അത്ര വോണ്ടൺ ഫാനല്ല കേട്ടോ. എനിക്കിങ്ങനെ സ്റ്റീംഡ് വോണ്ടൺ അതുപോലത്തെ ഐറ്റംസ് ഒന്നും അധികം താല്പര്യമില്ല. ടംബ്ലിങ് അതുപോലത്തെ ഐറ്റംസ്. അല്ലേ മോന് വേണ്ടി ഞങ്ങൾ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. ഫ്രൈഡ് റൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഓവർ സ്പൈസി ഒന്നുമില്ല. ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. സ്പൈസി ഒന്നുമല്ല, ഒരു നോർമൽ ഫ്രൈഡ് റൈസ് അത്രയേ ഉള്ളൂ. ഒറ്റയ്ക്ക് എടുത്ത് കഴിച്ചാൽ ആ വോണ്ടിൻ്റെ കൂടെ വന്ന ആ ഒരു ഡിപ്പ് മോന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നോർമൽ ഒരു അജിനോമോട്ടൊന്നും കിട്ടില്ല. ടേസ്റ്റ് ഉണ്ട്. അജിനോമോട്ടോയുടെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിഞ്ഞൂടാ. അതൊന്നും ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. എന്ത് ടേസ്റ്റാണ്? ഭയങ്കര ടേസ്റ്റ്. എന്ത് ടേസ്റ്റ്? ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ചിക്കൻ പീസസ് പോവാം അല്ലേ? Oh,
like that pepper. That is not pepper. It's not pepper. That is tomatoes. Red. That is tomatoes. That is tomato. You want? Tomatoes are yummy. Wait. Red tomatoes. ഇവന് ടൊമാറ്റോ കഴിക്കാൻ ഇഷ്ടമാണ്. ടൊമാറ്റോ എടുക്കുന്നുണ്ടല്ലോ അല്ലേ? Are you liking the tomatoes? Do you want more tomatoes? They look so yummy. Are tomatoes sour? No. Is tomato a fruit or a vegetable? It's a fruit. But some people say it's a vegetable. Fruit ആണ് vegetable. Fruit. Why is the tomato is a fruit? I thought it's a Because vegetable. some tomatoes have seeds. Because tomatoes have the seeds. Oh, that is why it's a fruit. Yeah. ഏതാ ശുംഭോ? Chicken. ചിക്കൻ. ഓറഞ്ച് ചിക്കൻ്റെ ടേസ്റ്റ്. ഇതിനകത്ത് ചിക്കനും ശുംഭോ ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത നെക്സ്റ്റ് ഡിഷ് സിംഗപ്പൂർ നൂഡിൽസ് ആയിരുന്നു കേട്ടോ. ഇതും കുഴപ്പമില്ലായിരുന്നു. നൂഡിൽസ് അത്യാവശ്യത്തിന് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ചിക്കൻ്റെ പോർഷനും ചിക്കൻ്റെയും ഷ്രിമ്പിൻ്റെയും പോർഷൻ ഇച്ചിരി കുറവായിരുന്നു. ഈ സിംഗപ്പൂർ നൂഡിൽസിൽ ഇവരെന്തോ സ്പൈസസ് ആണോ സോസ് ആണോ എന്താണെന്ന് എനിക്കറിയില്ല, എന്തോ ഒരു ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യും. അത് കാരണം ഇതിനൊരു കൈൻഡ് ഓഫ് ലിറ്റിൽ സോൾട്ടി ടേസ്റ്റ് ഉണ്ട്. എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഞാൻ ഇതിൽ കണ്ടുള്ളൂ. Okay, this one. Mandarin. എങ്ങനെയുണ്ട്? Singapore noodles only. ഇത് ഇച്ചിരി ഉപ്പ് കൂടി. പിന്നെ അതേപോലത്തെ മസാലയുടെ ടേസ്റ്റ്. കാർത്തിക് സജസ്റ്റ് ചെയ്ത റെസ്റ്റോറൻ്റാണ് കേട്ടോ PF ചാങ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നത്. കുറേ നാളായി കാർത്തിക് പറയുന്നുണ്ട് PF ചാങ്ങിൽ പോവാമെന്ന്. അതുകൊണ്ട് കാർത്തിക് കഴിച്ച ഫുഡിനൊന്നും കാർത്തിക് ബാഡ് റിവ്യൂ ഒന്നും പറഞ്ഞില്ല. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പൊട്ടിച്ച് നോക്കാം എന്താണ് എൻ്റെ ഫോർച്യൂൺ. എൻ്റെ ക്യാമറയിൽ കാണിക്കാം, അപ്പോൾ ഞാൻ സൂം ചെയ്യാം. എല്ലാം ഒന്ന് തന്നെ ഇരിക്കും. You will find your solution very least expected. നമുക്ക് കട്ടിയാവോ? നമുക്ക് 5 പേപ്പറുണ്ട്. നിന്നെ കൂടെ ഓപ്പൺ ചെയ്താളോ? ആ എന്ത് നല്ല വെതർ അല്ലേ? മൊബൈല് നല്ല. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത് പോകാൻ പോകുന്നത് ഇവിടെ അടുത്ത് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തായിട്ട് ഒരു 5 minutes ഡ്രൈവിൽ ഒരു മെഡിറ്റേറിയൻ ഗ്രോസറി സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തു എന്ന് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു നോട്ടിഫിക്കേഷൻ ഒരു റീല് കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഇവിടെ വരെ വന്നതല്ലേ, അപ്പം അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് അവിടെ കേക്ക് ആൻഡ് ബേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി ആ ഗ്രോസറിയുടെ അകത്ത് തന്നെയുണ്ട്. ആ ബേക്കറി ഇച്ചിരി ഫേമസ് ആണ് കേട്ടോ. അവരുടെ പേസ്ട്രീസും അതുപോലെ തന്നെ അവരുടെ കേക്കൊക്കെ ഭയങ്കര റോളും അതൊക്കെ ഭയങ്കര ഇച്ചിരി ഫേമസ് ആണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാട്ടോ. അപ്പോൾ അതും കൂടെ ട്രൈ ചെയ്യാനാണ് ഞങ്ങൾ ഇവിടുത്തെ ഈ ഒരു മെഡിറ്റേറിയൻ ഗ്രോസറി സ്റ്റോറിൽ വന്നത്. അവിടെ ഫുള്ളും പാസ്തയൊക്കെയാണ്. എനിക്ക് ബ്ലാക്ക് ലെമൺ മേടിക്കണമെന്നുണ്ടായിരുന്നു. അത് മെഡിറ്റേറിയൻ ഗ്രോസറി സ്റ്റോറിലേ കിട്ടത്തുള്ളൂ. അതാണ് ഇവിടെ വന്നത്. ഇവിടെ നിന്ന് എന്നാൽ ഓക്കെ ഇവിടെ വന്നതല്ലേ, അപ്പോൾ അതും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. ഞാനിവിടെ വന്നപ്പോൾ കുറേ നാളായിട്ട് അന്വേഷിച്ച് നടന്ന്
ഈ ഒരു മാംഗോ ഐസ്ക്രീം കണ്ടു കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ എവിടെ നോക്കിയാലും ഈ ഐസ്ക്രീമിൻ്റെ റീലാണ്. ഇത് ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഭയങ്കര ഗുഡ് റിവ്യൂസ്, അത് ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളി ഐറ്റമാണ് എന്നൊക്കെ പറയണ ഒരുപാട് റിവ്യൂസ് കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്തായാലും ഇവിടെ വന്നതല്ലേ ഇതെടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ഐസ്ക്രീമിന് $6 കേട്ടോ. എന്താ ഇത്ര എക്സ്പെൻസീവ് എന്ന് അറിയില്ല. ഞങ്ങളൊരു മാംഗോയും ഒരു ലിച്ചി ഐസ്ക്രീമും എടുത്തായിരുന്നു ഇവിടെ നിന്ന്. ട്രൈ ചെയ്യാൻ നമുക്ക് അറിയില്ലല്ലോ. കൊള്ളാം, ഒലിച്ച് കൊള്ളായിരിക്കും. $5 കൊള്ളൂല്ലെങ്കിൽ തീർന്നു. ഇതല്ലേ മാംഗി ക്യൂബ്സ്. പക്ഷെ എത്ര $? ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കേക്ക് ആൻഡ് ബേക്ക് ബേക്കറി. ഈ ഒരു ക്രോസോൺ, ആ മുകളിലിരിക്കുന്ന ക്രോസോൺ റോളാണ് കേട്ടോ ഭയങ്കര വൈറലായത്. ഇൻസ്റ്റഗ്രാമിൽ എവിടെ നോക്കിയാലും അതിൻ്റെ വീഡിയോസ് കാണാറുണ്ട്. ബട്ട് ഞാൻ അതിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ ഈ റോളിന് അറൗണ്ട് $10 ഉണ്ടെന്ന് പറഞ്ഞു. ബിക്കോസ് അതിൻ്റെ അകത്ത് എന്തോ വാനില സ്റ്റഫിങ്, പിസ്താഷ്യോ ആണെങ്കിൽ പിസ്താഷ്യോ സ്റ്റഫിങ് അതൊക്കെ ഉണ്ട്. അതാണ് ഇത്രയും എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഫൈനലി ആ വൈറൽ ഐസ്ക്രീം ട്രൈ ചെയ്യാൻ പോകണം കേട്ടോ. എങ്ങനെ ഉണ്ടാവുമെന്ന് ഒരു പിടിയില്ല. എന്തായാലും ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ റിവ്യൂ പറയാം. നോർമൽ ഐസ്ക്രീം അല്ലേ? Take a bite. Yeah, what's that? Did you take a bite? No. Or did you like it? What Is does that it your taste? uncle's shop? It's a mango. Ice cream. അവർക്ക് വേണ്ടി വക്കാലത്തോട്ട്. കുറേ നാളായിട്ട് മേടിക്കണമെന്ന് വിചാരിച്ചിരുന്ന സാധനമാണ് ഈ ഒരു മാംഗോ ഐസ്ക്രീം. Go and sit. I have to start the ഫൈനലി ഇന്ന് ഇവിടെ ഒരു കടയിൽ വന്നപ്പോൾ കിട്ടി. car. You wanted to read. Go sit. പക്ഷെ ഇത്രയും ഹൈപ്പ് എന്താണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു നോർമൽ ഐസ്ക്രീം അത്രയും Touching. ഒരു നോർമൽ മാംഗോ ഐസ്ക്രീം That is too. അത്രയും പറയാനുള്ളൂ, എല്ലാം പറയാനില്ല. ഇടയ്ക്ക് വന്നിട്ട് പോയിരിക്കത്തെ. ഇതാണ് കേട്ടോ ഞങ്ങൾ ആ കേക്ക് ആൻഡ് ബേക്കിൽ നിന്ന് മേടിച്ച ഒരു പിസ്താഷ്യോ കേക്കാണ്, പേസ്ട്രി അല്ല, പിസ്താഷ്യോ കേക്കാണ്. ഇതും ജസ്റ്റ് ഓക്കെ എന്നേ പറയാനുള്ളൂ. അത്ര ടേസ്റ്റ് ഭയങ്കര അടിപൊളിയൊന്നുമില്ല. ജസ്റ്റ് ഒരു നോർമൽ ചീസ് കേക്ക്, പിസ്താഷ്യോ ചീസ് കേക്ക്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ലിച്ചി ഐസ്ക്രീം. ഇത് കഴിച്ച് നോക്കിയപ്പോൾ മാംഗോ ഐസ്ക്രീമിനെ കാട്ടിയും കൊള്ളായിരുന്നു കേട്ടോ. മധുരം ഉണ്ടായിരുന്നു, നല്ല സ്വീറ്റ് ആയിരുന്നു. മാംഗോ ഐസ്ക്രീം അത്ര മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഡയറ്റ് ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമാണ് ആ മാംഗോ ഐസ്ക്രീം. ലിച്ചി ഇച്ചിരിയും കൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത് മാംഗോ ഐസ്ക്രീമിനെ കാട്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. ബൈ.